യന്ത്രത്തകരാറിനെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ദുബായ് വിമാനം പുറപ്പെടാനായില്ല. പുലർച്ചെ 5-ന് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് വൈകുന്നത്. പുലർച്ചെ പുറപ്പെടാൻ ഒരുങ്ങവെയാണ് യന്ത്രത്തകരാർ കണ്ടെത്തിയത്. സഞ്ജു ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സഞ്ജു ദേവസ്യ, എപ്പോഴാണ് വിമാനം പുറപ്പെടേണ്ടിയിരുന്നത്? യന്ത്രത്തകരാറ് പരിഹരിച്ചു കഴിഞ്ഞോ? യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടോ? ബോർഡിംഗ് കഴിഞ്ഞോ? സഞ്ജു. ഡോക്ടർ അരുൺകുമാർ, പുലർച്ചെ 5-നാണ് യഥാർത്ഥത്തിൽ ദുബായ് വിമാനം നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ്. അങ്ങനെ യാത്രക്കാർ അതിനുവേണ്ടിയും ഈ യാത്ര നടക്കും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ്. കാരണം എന്തെങ്കിലും തരത്തിലുള്ളൊരു മുന്നറിയിപ്പോ മറ്റോ ഉണ്ടായിരുന്നില്ല. അവർ ബോർഡിംഗ് അടക്കം പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷം പുറപ്പെടുന്നതിന് തൊട്ട് മുൻപാണ് യന്ത്ര തകരാർ കണ്ടെത്തിയെന്ന അറിയിപ്പ് വന്നത്. ഇതോടുകൂടിയാണ് ഈ സമയം വരെയും പുറപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ യന്ത്ര തകരാർ കണ്ടെത്തിയിട്ടുണ്ട്. ആ വിമാനം പുറപ്പെടുക അസാധ്യമാണെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം. അവരുടെ ഔദ്യോഗിക വിശദീകരണവുമായി അധികൃതർ പറയുന്നത് പകരം സംവിധാനം ഒരുക്കുക എന്താണ് പ്രായോഗികമായി ഉള്ളത് എന്താണ്, അതല്ലെങ്കിൽ അതായത് യാത്രക്കാർക്ക് മറ്റെന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കി നൽകുക എന്നത് മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ പ്രായോഗികമായ കാര്യം എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്ന ഒരു കാര്യം. യാത്രക്കാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ സുരക്ഷയുടെ പ്രാധാന്യം നൽകുന്നു. അപ്രതീക്ഷിതമായാണ് ഇങ്ങനെ ഒരു സാങ്കേതിക തകരാർ കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ യാത്ര അസാധ്യമാവുകയായിരുന്നു. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ബദൽ ക്രമീകരണം വൈകാതെ തന്നെ ഏർപ്പെടുത്തി നൽകും എന്നൊരു വിശദീകരണമാണ് ഔദ്യോഗികമായി ലഭിക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ, ഓക്കെ, ഒരു ബദൽ സംവിധാനം ഏർപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. എങ്കിലും അത്രയെങ്കിലും ആവട്ടെ. താങ്ക് യു. ഇപ്പോൾ സഞ്ജു ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. എയർ ഇന്ത്യ എക്സ്പ്രസിന് ഇത് എന്തു പറ്റി എന്ന് ചിലരെങ്കിലും സംശയിക്കുന്നുണ്ടാവും. പല വിമാനങ്ങളും ക്യാൻസൽ ചെയ്യുകയോ ഇതേപോലെ അവസാന നിമിഷം റദ്ദാക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. സമയം വൈകുന്നുണ്ട്. എന്തായാലും യന്ത്രത്തകരാറാണ്, അതുകൊണ്ട് റിസ്ക് എടുക്കാൻ കഴിയില്ല. മറ്റൊരു വിമാനത്തിൽ കയറ്റി വിടുമായിരിക്കും. രാവിലെ 5-ക്ക് പുറപ്പെടേണ്ട വിമാനമാണ്. ഇപ്പോൾ സമയം 9:32 ആയിട്ടുണ്ട്. ദുബായിലേക്ക് എത്തി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് തിരികെ വരേണ്ട ചില ബിസിനസ്സുകാരും ഒക്കെ ഉണ്ടാവും. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് തിരികെ വരേണ്ടവരും ഉണ്ടാവും. ഇവരൊക്കെ ബുദ്ധിമുട്ടും എന്ന കാര്യത്തിലും സംശയമില്ല.